ഞങ്ങൾ അങ്ങനെ ഗുരുവായൂർ നോർത്ത് നടയിലെത്തി. ഈ മുന്നിൽ കാണുന്നതാണ് എൻട്രൻസ്. അഞ്ജലിക്കായിട്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിച്ചു ഗൈസ്. ടെമ്പിളിന്റെ അകത്ത് നിന്ന് ഗുരുവായൂർ ടെമ്പിൾ ദർശനം കഴിഞ്ഞു. ഇപ്പൊ മമ്മിയൂർ എത്തി. ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വിഷ്വൽസ് എടുക്കാൻ പാടില്ല. ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെയാണ് പോവാനായിട്ട് ഓൾറെഡി പറഞ്ഞു തുടങ്ങി. എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ വീണ്ടും ഒരു റോഡ് ട്രിപ്പിനായിട്ട് തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ പോവാണ് ഗുരുവായൂരിലേക്ക്, ഞങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായ ഗുരുവായൂരിലേക്ക്. ഗുരുവായൂർ കൂടാതെ വേറെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കാട്ടിന് നടുക്ക് പോയി നിന്ന് താമസിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടിപൊളി ഒരു കാടാണ്. ഓക്കെ, അതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ആദ്യം അഞ്ജലിയുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനായ ഗുരുവായൂരിൽ പോകാം, എന്നിട്ട് ഭഗവാനെ തൊഴാം. അപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് റൂട്ടാണ് ഈ പ്രാവശ്യം. നോർമലി മൈസൂർ സേലം റൂട്ട് പോയിട്ട് എല്ലാവരും പോവാറ്. അപ്പോൾ ഞങ്ങളൊരു ഡിഫറെൻറ്റ് റൂട്ട് എടുത്തു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കനകപുര വഴി മുതുമലൈ നിലമ്പൂർ വഴി നമുക്ക് ഗുരുവായൂർ പോകാം. അപ്പോൾ ആ റൂട്ടാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. റൂട്ട് ആക്ച്വലി അടിപൊളിയാണ്. എന്ത് സിനിക് ബ്യൂട്ടിയാണ് നോക്കിയ റൂട്ടിൽ. മൗണ്ടെയിനും റിവറും എല്ലാം ഉണ്ട് ഗൈസ്, കാണാനായിട്ടുള്ള കാഴ്ചകളിൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ ഇൻട്രോ തുടങ്ങാം, നിങ്ങളെയും കാഴ്ചകൾ കാണിച്ചു തരാം, അങ്ങനെ പോവാന്ന്. അപ്പോൾ എല്ലാവരും പോര് അവർ ഡെയിലി ഡയറീസിന്റെ പുതിയൊരു റോഡ് ട്രിപ്പിലേക്ക് വാ. പുറത്ത് ആക്ച്വലി 37 ഡിഗ്രി സെൽഷ്യസ് ആണ് ഗൈസ്. ഈ ചൂടത്തിൽ ഇൻട്രോ എടുത്തിട്ട് കൈ മുഴുവൻ പൊള്ളി. അപ്പോൾ എന്താ പറയാ, ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആദ്യത്തെ പ്ലാനാണ് മുതുമല എത്തുമ്പോഴത്തേക്കും ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റിന്റെ പേരാണ് ബനിയൻ ട്രീ. അടിപൊളി റെസ്റ്റോറന്റ് ആണ്. ഞങ്ങൾ എപ്പോൾ റോഡ് ട്രിപ്പിനായിട്ട് ഈ വഴി പോയാലും മുതുമലയിൽ എത്തുമ്പോഴത്തേക്കും ബനിയൻ ട്രീന്ന് ലഞ്ച് കഴിക്കാറുണ്ട്. എന്താ പറയാ, അവിടെ ഒരു കുടുംബശ്രീ പോലെ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, അവരുണ്ടാക്കുന്ന എന്താ പറയാ ഫുഡാണ്. അപ്പം കുറച്ചൊരു പൈസക്ക് നല്ലൊരു ഫുഡ് കിട്ടും, നല്ല ലഞ്ച് കിട്ടും. അപ്പോൾ അതാണ് പ്ലാൻ. ഇനിയും എന്താ പറയാ, മുതുമല എത്താനായിട്ട് 1 മണിക്കൂർ 30 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഏകദേശം 3:30 എത്തുമ്പോഴത്തേക്കും. അപ്പോൾ ലഞ്ച് കിട്ടുമോ നമുക്ക് നോക്കാം. ഞങ്ങൾ പോണ വഴിക്ക് 2 സൈഡ് മൊത്തം ഷുഗർ കെയിൻ ആണ്. ഓക്കെ, ഷുഗർ കെയിന്റെ പാടങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും ഓൾറെഡി മാണ്ടിയയിൽ മൊത്തം ഷുഗർ കെയിന്റെ കൾട്ടിവേഷൻ ആണ്. അതുപോലെ തന്നെ ഇവിടെയും. ഓക്കെ, എന്തുമാത്രം ഷുഗർ കെയിന്റെ പാടങ്ങളാണെന്ന്. പുറത്തിറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റൂല ഗൈസ്, ഇല്ലെങ്കിൽ ഫോട്ടോ എടുക്കായിരുന്നു. നല്ല ചൂടാണ്, പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൊള്ളും. എനിക്ക് തോന്നുന്നു ആക്ച്വലി ഇപ്പൊ മൈസൂർ റൂട്ടിലൂടെ ബൈക്കേഴ്സ് അലൗഡ് അല്ലാത്തതുകൊണ്ട് എല്ലാവരും ഈ റൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഒത്തിരി റൈഡേഴ്സിനെ കണ്ടു. എല്ലാവരും മോർണിംഗ് റൈഡ് കഴിഞ്ഞ്, സാറ്റർഡേ മോർണിംഗ് റൈഡ് കഴിഞ്ഞിട്ട് തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോവാണ്. ഇത് കണ്ടില്ലേ, ഷുഗർ കെയിൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ലോറിയിൽ നിറയ്ക്കുകയാണ്. എവിടെയെങ്കിലും ഷുഗർ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോകാനായിരിക്കും. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഗുണ്ടൽപേട്ടിൽ നിന്ന് മുതുമലയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് ഗൈസ് 1 മണിക്കൂർ 20 മിനിറ്റ്. 50 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. റോഡ് നല്ലതാണ്. ഓക്കെ, റോഡ് പ്രോപ്പറായിട്ട് അറിയിട്ടുണ്ട്. ഒരു കുഴിയില്ല. ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു ബസ് വന്നു കഴിഞ്ഞാൽ, ഇത് മെയിൻലി ബസ് റൂട്ടാണ്. അപ്പോൾ ഒത്തിരി ബസ് പോകുന്നുണ്ട്. അപ്പോൾ ബസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് സൈഡ് ഒതുക്കി കൊടുക്കണം. സൈഡ് ഒതുക്കുമ്പോഴത്തേക്ക് റോഡിന് പുറത്തു പോകും. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ബട്ട് അടിപൊളി റോഡാണ്, സിനിക് ബ്യൂട്ടിയാണ്. എന്ത് കിടു കാഴ്ചയല്ലേ കാണാനായിട്ട്. ആക്ച്വലി ഫോർ ഷുവർ മൂന്നാർ അല്ലെങ്കിൽ സേലം റൂട്ടിൽ നിന്നും ഫാർ ബെറ്റർ ആണിത്. ആളും ഇല്ല, ട്രാഫിക്കും ഇല്ല, വണ്ടിയും ഇല്ല. അതേ ഒരു ട്രാക്ടർ. ഈ ട്രാക്ടർ സൂക്ഷിക്കണം, എപ്പോ വേണോ ചാടി റോഡിൽ കയറാം. നേരെ കിടക്കുകയാണ് ഹൈവേ പോലെ. അടിപൊളി. ഇപ്പം കർണാടകയുടെ എന്താ പറയാ കുറച്ച് ഇന്റീരിയർ പ്ലേസ് ആയ ഗുണ്ടൽപേട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഔട്ട്സ്കേർട്ട് ആണ്. അടിപൊളി വില്ലേജ് ആ ഒരു രീതിയിലാണ്. 2 സൈഡിലും എന്താ പറയാ പാഡി ഫീൽഡും പിന്നെ എന്താ പറയാ ഷുഗർ കെയിൻ ഫീൽഡും കൗ ഷെഡ് ഇതൊക്കെ കണ്ട് ഞങ്ങൾ പോവാണ്. ബട്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും എവിടെ ചെന്നാലും പ്ലാസ്റ്റിക്കിന്റെ കൂമ്പാരം കാണാം. റോഡിന്റെ 2 സൈഡിലും പ്ലാസ്റ്റിക് ആണ്. ഞങ്ങളുടെ മുന്നിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു KSRTCയുടെ ബസ് കേട്ടോ. KSRTC ബസ് നമ്മുടെ കേരളത്തിന്റെ അല്ല, കർണാടകയുടെ KSRTC ബസ്സിൽ പോകുമ്പോഴത്തേക്കും അതിന്റെ അകത്തുനിന്ന് ചവറ് പുറത്ത് റോഡിലേക്ക് വലിച്ചെറിയുന്നുണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇതുപോലെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ എൻഷുർ ചെയ്യുക റോഡ് സൈഡിലൊന്നും ഇതുപോലെ ലിറ്റർ ചെയ്യാതിരിക്കാനായിട്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇപ്പൊ തന്നെ എന്തുമാത്രം ന്യൂസും റീൽസും വീഡിയോസും ഒക്കെ കാണുന്നുണ്ട് സിവിക് സെൻസിന്റെ മുകളിൽ. അപ്പോൾ ഒബ്വിയസ്ലി ഇന്ത്യയുടെ മുകളിലും ഒരുപാട് ബാഡ് ഫെയിം വരുന്നുണ്ട് ഇത് കാരണം. അപ്പൊ നിങ്ങൾ എൻഷുർ ചെയ്യുക ഇതുപോലൊന്നും ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ പ്ലാസ്റ്റിക് ഇടുന്നത് നിങ്ങൾ പറ്റിയാൽ തിരുത്താൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. ഞാൻ ബസ്സിന് ഹോൺ അടിച്ചു, ബട്ട് രക്ഷയില്ല ഗൈസ്, ബസ് മുന്നോട്ടങ്ങ് പോയി. ബട്ട് എന്തൊക്കെയായാലും കാഴ്ചകൾ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ് മുതുമലയിലേക്ക്. മണി 3 ഗൈസ്. എനിക്ക് തോന്നണില്ല മുതുമലയിലെ ലഞ്ചിന്ന് കിട്ടുമെന്ന് ഈ പ്രാവശ്യം. ഓൾറെഡി സൺസെറ്റ് ആയ വൈബ് വന്നു, പക്ഷെ സൺസെറ്റ് ആയില്ല, 3 മണിയായി. കുഴി പാപ്പു കുഴി വാങ്ങി.
നമ്മളിപ്പോ എത്തി ഗുണ്ടൽപേട്ട്. ഗുണ്ടൽപേട്ടിന്റെ ബസ് സ്റ്റാൻഡ്, ഒരു ചെറിയ ടെമ്പിള്. लेफ्ट साइड में टेम्पल है छोटा सा सामने में. ये आती रोड पे रुका है ചേട്ടോ. റോഡാണ് ശിവിക്ഷൻഷില്ല. ഒരു മാർക്കറ്റ് ഏരിയ എന്ന് തോന്നുന്നു അല്ലേ? രണ്ട് സൈഡിലും കുറച്ച് മാർക്കറ്റ്. ഒരു വില്ലേജ് ആണ് ഗൈസ്, അത്ര ഡെവലപ്മെന്റ് ആയിട്ടില്ല. അങ്ങനെ ഞങ്ങള് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിന്റെ അകത്ത് കയറി. 20 rupees ചാർജ് ഉണ്ട്. ഓക്കെ, പ്രോബ്ലി എൻവിറോൺമെന്റൽ ചാർജസ് എന്തെങ്കിലും ആയിരിക്കും. 20 rupees कट ചെയ്തു. एलिफेंट क्रॉसिंग जोन है. एक्चुअली फरवरी मंथ में पूरा फॉरेस्ट ड्राई हो जाता है. കേറിയപ്പോൾ തന്നെ ഒരു ഡീറിനെ കണ്ടു ഗൈസ്. ആ ഡീർ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കിയേ. ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ആൾ. എന്ത് സുന്ദരല്ലേ, എന്ത് അടിപൊളിയായിട്ടല്ലേ. വെൽക്കം ടു ബന്ദിപ്പൂർ. അപ്പൊ ഇതാണ് ബന്ദിപ്പൂരിലെ, എന്താ പറയാ, ഇവിടെയും ബന്ദിപ്പൂരിലും ഒരു ജംഗിൾ സ്റ്റേ ഓപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ സഫാരി എല്ലാം എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു തവണ വരണം. ഇവിടെ പെൻഡിങ് ആണ് ഈ ബന്ദിപ്പൂരിലെ സ്റ്റേ. ആക്ച്വലി ഇവിടെ എന്താ പറയാ, ഹരിണി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി നല്ല സ്റ്റേ ഉണ്ട്, റെസ്റ്റോറന്റ് ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ കേട്ടത് ഒത്തിരി അനിമൽസും ഈവൻ ലെപ്പേർഡ് സ്പോട്ടിങ്ങും എല്ലാം ഈ സ്റ്റേയുടെ അടുത്തായിട്ട് വരാറുണ്ടെന്നാണ്. ഡിയർ ക്രോസിംഗ്. ഐ തിങ്ക് വെള്ളം കുടിക്കാനായിട്ട് പോകണം. റൈറ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ലൊരു ഇതാണ് പോണ്ട്. ओ आई थिंक पानी पीने के लिए आया है वो. इधर किधर गया पता नहीं. ഞങ്ങള് മിനിമം ഒരു 100 തവണയെങ്കിലും ഈ ബന്ദിപ്പൂർ മുതുമല റൂട്ടിൽ പോയിട്ടുണ്ടാവും. ഇതിന്റെ പിന്നെ ഞങ്ങൾ ഒരു ഇടയ്ക്ക് ചായ കുടിക്കാൻ വരാൻ പറയാം ബന്ദിപ്പൂർ റൂട്ടിൽ വരാറുണ്ടായിരുന്നു. അപ്പൊ ഇതുപോലെ എന്ന് വന്നാലും എന്താ പറയാ, ഓട്ടോമാറ്റിക്കലി എന്താ പറയാ, ഒരു എന്തൂസിയാസം ഇല്ലേ, അത് ഉറപ്പായിട്ടും ഉണ്ടാവും ഈ ബന്ദിപ്പൂർ മുതുമല റൂട്ടിൽ. അനിമൽസ് എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് ഇപ്പോഴും ഓട്ടോമാറ്റിക്കലി നമ്മൾ നോക്കാൻ തുടങ്ങും. അനിമൽസ് ഉണ്ടോ, കരടി ഉണ്ടോ, പുലി ഉണ്ടോ എന്നൊക്കെ. ആനയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കോളായി. ബന്ദിപ്പൂർ കണ്ടില്ലേ, കൊരങ്ങൻ ക്രോസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. ഓക്കെ, 20 രൂപ ഇതുപോലെ അടയ്ക്കണം. വിസിറ്റ് അഗെയിൻ കർണാടക സ്റ്റേറ്റ്. അങ്ങനെ ഞങ്ങൾ ബന്ദിപ്പൂർ ക്രോസ് ചെയ്ത് തമിഴ്നാട് കയറാൻ പോവാണ്. ഇവിടെ ഇപ്പൊ ചെക്കിംഗ് ഉണ്ടായിരിക്കും വണ്ടിയുടെ. നീലഗിരി ഡിസ്ട്രിക്ട് ബോർഡ്. അപ്പൊ മുതുമലൈ തമിഴ്നാടുവിന്റെയാണ്. अभी मुदुमलाई तमिलनाडु स्टार्ट हो गया. सर हाँ ना, बंदीपुर और मुदुमलाई सेम ही है. അപ്പൊ ചെക്കിംഗ് ആണ് ഗൈസ്. ചെക്ക് ചെയ്തിട്ട് വണ്ടിയെല്ലാം നമുക്ക് സേഫ് ആയിട്ട് പോകാൻ പറ്റും. हम इधर ही रुकते हैं. हाँ, മുതുമലയുടെ അകത്ത് മൊത്തം കൊരങ്ങന്മാരാണ് റോഡില്. അപ്പൊ മുതുമലയില് ഇപ്പൊ ഞങ്ങളുടെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ഓക്കെ, ലേഡീസ് എന്താ ഇപ്പം ഒബിയസ്ലി അഞ്ജലിന്റെ കൂടെയുണ്ട്. അപ്പൊ അഞ്ജലിയുടെ പെട്ടിയും സാധനങ്ങളും ലേഡീസ് ഗാർമെന്റ്സും എല്ലാം നോക്കുമ്പോഴത്തേക്കും ഒരു ലേഡീസ് സ്റ്റാഫ് വേണ്ടേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ നിങ്ങൾ പറ, എന്താ ഇതുപോലെ പെട്ടിയൊക്കെ തുറന്ന് ലേഡീസിന്റെ ഉടുപ്പൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ലേഡീസ് സ്റ്റാഫ് വേണ്ടതല്ലേന്ന്. കുറച്ച് ഹീറ്റഡ് ആർഗ്യുമെന്റ്സ് ആയിരുന്നു. ബട്ട് എന്നാലും അടുത്ത എൻഡ് ആയപ്പോഴത്തേക്കും പിന്നെ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ച് ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്തു. ചെക്ക് പോസ്റ്റ് ഞങ്ങള് അഞ്ജലി ചെയ്ത് കറാച്ചി ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവന്നായിരുന്നു, അതെല്ലാവർക്കും കൊടുത്തു. പിന്നെ അവര് ചായ തന്നു, ചായ കുടിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ബട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെ വല്ല നിയമമുണ്ട്, എന്താ ലേഡീസ് സ്റ്റാഫിന്റെ റിക്വയർമെന്റ് ഇല്ല ചെക്ക് ചെയ്യാനായിട്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സ് ചെയ്ത് പറയാം. എനിക്കറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ നിയമം ഉണ്ടോ എന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. ഞാൻ മധ്യപ്രദേശും UP ഒക്കെ പോയപ്പോഴത്തേക്കും എന്താ ജെന്റ്സ് ആണ് പെട്ടി നോക്കുന്നതെങ്കിൽ ലേഡീസ് ബാഗ് ആണെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് ലേഡീസ് ഉണ്ടോ സെർച്ച് ചെയ്യാനായിട്ട്. ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഞാൻ മൊത്തം തുറന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അറിയാവുന്നവരൊന്ന് പറയുക. कैंटीन है क्या? रेस्टोरेंट? होटल क्लोज है. होटल क्लोज है. क्लोज. மசனம் குடிப்போம். நேரா போய் எடுத்துக்கோங்க. ശരി ശരി മസൽ കുടി. அப்படியே ரிட்டர்ன் பண்ணிடுங்க. അപ്പൊ മുതുമലയിലെ ആനത ഇപ്പോഴും ഇവിടെ നിപ്പുണ്ട് ഗൈസ്. എന്ന് വന്നാലും ഈ ആനയെ കാണാം ഈ റിവറിനടുത്തായിട്ട്. ആദ്യമായിട്ട് ഡിന്നർ എടുത്തോണ്ട് പോവാണ്, കാട്ടിന്ന് പറിച്ച്. ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകും എല്ലാം കഴിക്കാനായിട്ടുള്ളത്. ആക്ച്വലി ഇവിടുന്ന് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി വിഷ്വൽസ് എടുക്കാൻ പാടില്ല.
അപ്പം ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെയാണ് പോവാനായിട്ട് ഓൾറെഡി പറഞ്ഞു തുടങ്ങി. हाँ वो जाने के लिए बोल रहे हैं. ബാ പോവാ. ഗോൾഡൻ ടൈമിൽ ഡിയറിനെ കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ, സൺലൈറ്റിന്റെ റിഫ്ലക്ഷനിൽ. അങ്ങനെ മുതുമല കഴിഞ്ഞുതാ ഇറങ്ങാൻ പോവാണ്. മുതുമല ഗേറ്റ്. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. അപ്പൊ ഞങ്ങള് ബന്ദിപ്പൂർ മുതുമലയും ക്രോസ് ചെയ്ത് ഗൂഡല്ലൂർ എത്തി. അപ്പൊ ഇത് കഴിഞ്ഞ നമ്മുടെ കേരളം സ്റ്റാർട്ട് ആവും. എവിടെയാണ് നമ്മുടെ ബോർഡർ? ഇവിടുന്ന് റൈറ്റ് എടുക്കാനാ പറഞ്ഞ, റൈറ്റ് അല്ലേ? റൈറ്റ് ശബരിമല റൈറ്റ് കാലിക്കറ്റ് റൈറ്റ്. क्या हुआ? मतलब केरला जाने के टाइम में बड़ा अच्छा लगता है. मुझे अच्छा लगता है क्योंकि तो रोड बहुत अच्छा है, गाड़ी चलाने के लिए बड़ा मजा आता है. नहीं रोड नैरो है लेकिन लोग इतना डिसिप्लिन है और रोड का क्वालिटी इतना अच्छा है ना कि आपको लगेगा कि मतलब क्या बोले चलाते रहे गाड़ी. അപ്പൊ ഞാൻ ഇന്നലെ ഒരു ഹിന്ദി വ്ലോഗ് കാണുമായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഹിന്ദി വ്ലോഗിൽ ഒരാൾ പറയായിരുന്നു കേരളത്തിന്റെ റോഡും ട്രാഫിക് എന്താ പറയാ ഡിസിപ്ലിനും സ്വർണ്ണമാണ്. അത് ഉള്ളതാണ് ആക്ച്വലി പറഞ്ഞാൽ. ഞങ്ങളിപ്പോ കർണാടകയിലൊക്കെ വണ്ടി ഓടിച്ചിട്ട് എന്താ പറയാ ഇപ്പൊ കേരളത്തിൽ കയറുമ്പോഴത്തേക്കും വലിയൊരു ഡിഫറൻസ് ആണ് ഗൈസ്. തമിഴ്നാട്ടിൽ എന്താ പറയാ നമ്മളെ റോഡ്, കേരളത്തിലെ റോഡും പിന്നെ ട്രാഫിക് ഡിസിപ്ലിനും ആക്ച്വലി ഫാർ ബെറ്റർ ആണ്. ഫോർ ഷ്യൂർ ഫാർ ബെറ്റർ ആണ്. കേരളം കടന്നു, റോഡിന്റെ രീതി മാറി ഗൈസ്. കുഴിയൊക്കെ പോയി അടിപൊളി റോഡാവാൻ തുടങ്ങി. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ മൊത്തം തേയില പ്ലാന്റേഷൻ ആയി തുടങ്ങി. ഇതിപ്പോ ഊട്ടിയാണോ ഊട്ടിയായി ബാബു? अभी भी हम लोग केरला प्रॉपर एंटर नहीं किए हैं शायद. ഗൂഡല്ലൂരിലും ടീ പ്ലാന്റേഷൻ ഉണ്ടോ? അതറിയില്ലായിരുന്നു എനിക്ക്. കണ്ടില്ലേ, ഇത്ര അടിപൊളി സ്ഥലമാണ്. ഇവിടെ റിവർ പോകുന്നു, അതിന്റെ തൊട്ടടുത്തായിട്ട് ഇത്രയും പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ട് അല്ലേ അഞ്ജലി? ഹെവി ഫൈൻ ഉണ്ട് ഇതിനൊക്കെ. എന്നാൽ ഇതൊക്കെ ചേഞ്ച് ആവുള്ളൂ, ഇല്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഇവിടെ ഒരു ഇതുണ്ട്, നാടുകാണി ജംഗിൾ എക്കോ ടൂറിസം. ഓ മൈ ഗോഡ്, ഇതെനിക്ക് അറിയില്ലായിരുന്നു. അടിപൊളിയല്ലേ? देखा झारखंड से आकर के तुमको केरला घुमा रहे हैं. അഞ്ജലി ഒരു തെറ്റായ ഇൻഫർമേഷൻ പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പൊ നാടുകാണി ആക്ച്വലി ആ എക്കോ ടൂറിസം കാണിച്ചില്ലേ, അതൊക്കെ തമിഴ്നാടിന്റെയാണ്, കേരളത്തിന്റെ അല്ല. നാടുകാണി വ്യൂ പോയിന്റ് അതാണ് കൈൻഡ് ഓഫ് എന്താ പറയാ ബോർഡർ. അപ്പൊ അത് കഴിഞ്ഞ കേരളമാണ്, അതിന് മുമ്പ് തമിഴ്നാടുമാണ്. ഇപ്പൊ സമയം ഏകദേശം 6:30 ഇനിയുണ്ട് ഞങ്ങൾക്ക് 136 കിലോമീറ്റർ ഗുരുവായൂർ എത്താനായിട്ട്. രാത്രി 8 മണിയാകുമ്പോ എത്തുന്ന പറഞ്ഞ്, ആ സമയം തന്നെ ഞാൻ ഹോട്ടലിലും പറഞ്ഞിരിക്കുന്നത്. ബട്ട് കാഴ്ചകളൊക്കെ കണ്ട് രസിച്ച് പോവാൻ ഗൈസ് ഈ വഴിയിലൂടെ. നിലമ്പൂർ എത്താറായി. ഇപ്പൊ ഞങ്ങള് ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് എടക്കര ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ഞങ്ങൾ ഇപ്പൊ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം കാണാത്തവർക്കായിട്ട് ഇതാണ് നിലമ്പൂർ ടൗൺ. അപ്പൊ നിലമ്പൂർ ഈസ് ഫേമസ് ഫോർ ടീക്ക്. അപ്പൊ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, നിലമ്പൂർ ടീക്ക് മ്യൂസിയം. ഒരിക്കൽ പറഞ്ഞാൽ അതൊക്കെ കാണാനായിട്ട്. ഇപ്പൊ എന്തായാലും പ്ലാനില്ല ഗൈസ്. അപ്പൊ ഞങ്ങളിപ്പോ നിലമ്പൂരിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ആൻഡ് രണ്ട് സൈഡിലും ഒത്തിരി ഫർണിച്ചർ ഷോപ്പ് ടീക്കിന്റെ കാണാം. ഇതൊക്കെ കണ്ട് കാഴ്ചകളൊക്കെ കണ്ട് ട്രാഫിക്കിനിടയിലൂടെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. So हम लोग अभी गुरुवायूर पहुंच गए फाइनली. അങ്ങനെ ഞങ്ങൾ എത്തി സ്റ്റെർലിംഗില്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തു, ഇനി ചെക്ക് ഇൻ ചെയ്യട്ടെ. ബാ. ഇന്നലെ രാത്രി ഞങ്ങൾ ഗുരുവായൂരിലെത്തി. ഗുരുവായൂരിൽ ഞങ്ങൾ സ്റ്റെർലിംഗ് ഗുരുവായൂരിലാണ് നിൽക്കുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും എന്താ റൂം ടൂർ ഇടാൻ പറ്റില്ല, അതിനു മുമ്പ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നു. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് ആദ്യത്തെ പ്രൊസീജിയർ നിങ്ങൾക്ക് റൂം ടൂർ തരാനായിട്ടാണ്. ഇതാണ് ഞങ്ങൾ സ്റ്റെർലിംഗിൽ ബുക്ക് ചെയ്ത റൂം. പ്രോപ്പറായിട്ടൊരു ബെഡ് ഉണ്ട്, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, ഓക്കെ എന്താണെന്ന് പിടിയില്ല. ആൻഡ് TV ഉണ്ട്, നിങ്ങൾ യൂസ് ചെയ്തില്ല. ആൻഡ് അവിടെ ഒരു ടേബിൾ ഉണ്ട്, ഒരു മിറർ ഉണ്ട്. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ. ഗുരുവായൂരിൻ്റെ അടിപൊളി വ്യൂ ആണല്ലോ. यहाँ से सनराइज बहुत अच्छा दिखता है. ആ
ആൻഡ് അവിടെ ഒരു മിററുണ്ട്. വാഷ്റൂം കാണിച്ചു തരാം. ഓക്കെ, വാഷ്റൂമും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ഷവർ ഏരിയ. അപ്പോൾ ഇനിയുള്ള പ്ലാനാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, കുറച്ച് റെസ്റ്റ് ചെയ്യണം, എന്നിട്ട് അടുത്ത പ്ലാൻ ചെയ്യാം. അല്ലേ അഞ്ജലി? അപ്പോൾ ഞങ്ങൾ രണ്ടുപേര് റെഡിയായി ട്രഡീഷണൽ അറ്റയറിൽ. അപ്പോൾ ഇനി പ്ലാനാണ് ഗുരുവായൂർ ടെമ്പിളിലേക്ക് പോകാനായിട്ട്. സമയം ഏകദേശം 5:30 വൈകുന്നേരം പോയി കഴിഞ്ഞാൽ കുറച്ച് പീസ്ഫുൾ ആയിരിക്കും, ക്രൗഡും കുറച്ച് കുറവായിരിക്കും, അതുപോലെ ചൂടും കുറവായിരിക്കും. അതുമല്ല ഞങ്ങളുടെ പ്ലാനാണ് ഒരു സ്പെഷ്യൽ ദർശനമായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു 1000 rupees ഒരു ടിക്കറ്റ് ആണ്. അത് എടുത്തു കഴിഞ്ഞാൽ എളുപ്പം ദർശനം ചെയ്തിട്ട് പുറത്തിറങ്ങാം. അപ്പോൾ അതിനായിട്ട് പോവാണ് ഞങ്ങൾ. അതും സത്യം. അപ്പൊ ബാ നമുക്ക് പോവാം ഗുരുവായൂർ ടെമ്പിളിലേക്ക്. അങ്ങനെ ഞങ്ങളിതായി ഓട്ടോയിൽ കയറി ഗുരുവായൂർ നടയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ഗുരുവായൂർ നോർത്ത് നടയിലെത്തി. ഈ മുന്നിൽ കാണുന്നതാണ് എൻട്രൻസ്. ഞാൻ ഇതുവരെ ഇത് നോട്ടീസ് ചെയ്തിട്ടില്ല. അവിടെ കണ്ടോ, അവിടെ ഗരുഡ ഭഗവാനാണ്. ദേ കണ്ടോ. ആൻഡ് ഇവിടെയും ഒരു സിമ്പൽ ഉണ്ട്. എന്താണെന്നറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങളപ്പോൾ സ്പെഷ്യൽ എൻട്രൻസ് ഒരു ടിക്കറ്റ് ഉണ്ട്, സ്പെഷ്യൽ ദർശൻ ടിക്കറ്റ്. അപ്പോൾ അത് നോക്കി പോവാണ്. ആക്ച്വലി ഈ സൈഡിലാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. ഇത് ചുറ്റുവിളക്കിനായിട്ടുള്ളൊരു ടിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് എടുത്തു കഴിഞ്ഞാൽ അകത്ത് നിലവിളക്ക് കത്തിക്കാം. അത് കൂടാതെ നമുക്ക് എളുപ്പത്തിൽ അകത്ത് കയറുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി പോയി ചെപ്പലും മൊബൈലും എല്ലാം ക്ലോക്ക് റൂമിൽ വയ്ക്കാം. ഇത് മാത്രം ജനങ്ങളല്ലേ, എനിക്ക് തോന്നുന്നു നാളെ രാവിലെ ദർശനത്തിനായിട്ടുള്ള ക്യൂ ആണിതെന്ന്. അഞ്ജലിക്കായിട്ടൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിച്ചു ഗൈസ് ടെമ്പിളിൻ്റെ അകത്തുനിന്ന്. ഇവിടെ ഓപ്ഷൻ നടക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ 6 kg ഡേറ്റ്സ് ഞങ്ങൾ 1500 വാങ്ങിച്ചു. 1500 രൂപ ഭഗവാന് ഞങ്ങൾ ദക്ഷിണയായിട്ട് കൊടുത്തു. ഖുഷിയായോ അഞ്ജലി? ഗുരുവായൂർ ടെമ്പിൾ ദർശനം കഴിഞ്ഞു. ഇപ്പം മമ്മിയൂർ എത്തി. അപ്പം മമ്മിയൂർ ബേസിക്കലി ശിവ ടെമ്പിളാണ്. ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ വിശ്വാസം ഇങ്ങനെയാണ്, എന്താ പറയുക, ഗുരുവായൂർ ടെമ്പിൾ ദർശനത്തിന് പോയി കഴിഞ്ഞാൽ മമ്മിയൂർ എത്തിക്കഴിഞ്ഞാൽ മമ്മിയൂർ പ്രാർത്ഥിച്ചാൽ മാത്രമേ ആ ദർശനം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം നമുക്ക് പോവാം മമ്മിയൂർ ടെമ്പിൾ കാണാനായിട്ട്. ഹോട്ടലിന്റെ മുന്നിലത്തെ കാഴ്ചയാണ്. ദേ നടന്നു പോടുക. അതാ റോഡിൽ പോവാതിരിക്കാനായിട്ട് പിടിച്ചു വച്ചിരിക്കുകയാണ്. ഗുരുവായൂർ ടെമ്പിളിൽ ഞങ്ങൾ ഇപ്പോൾ തിരിച്ചെത്തി, റൂമിലെത്തി. ഇനി ഒരു വിശേഷമില്ല ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എന്താ ഞങ്ങളുടെ ബാംഗ്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്കുള്ള ജേർണി, അതുമല്ല ഗുരുവായൂർ ടെമ്പിൾ കണ്ട കാഴ്ചകൾ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോ കാണാൻ മറക്കരുത്. ഒരു അടിപൊളി വീഡിയോ ആണ്. എന്താ ഒത്തിരി ചാനലിൽ നിന്ന് കണ്ടിട്ടുണ്ടാവില്ല, ഒരു ജംഗിൾ റിലേറ്റഡ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കേട്ട് കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.